ഹരി ശ്രീ ഗണപതായ നമ വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിത രഘുനാഥ്. ജ്യോതിഷ സംബന്ധമായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ജ്യോതിഷത്തിൻ്റെ ഉത്ഭവം അനന്തമായ സത്യങ്ങളുടെ സംഗ്രഹമായ വേദങ്ങളിൽ നിന്നാണല്ലോ. ഹൈന്ദവ ധർമ്മത്തിൽ ജ്യോതിഷത്തിനൊരു പ്രത്യേക സ്ഥാനമാണുള്ളത്. സ്മരണാതീത കാലം മുതൽ തന്നെ യവനമണീന്ത പരാശരാദി ജ്യോതിഷ പണ്ഡിതർ ജ്യോതിഷത്തെക്കുറിച്ച് വളരെയധികം എഴുതുകയുണ്ടായി. അവർ തങ്ങളുടെ നിതാന്തമായ പഠനവും ഏകാഗ്രതയും ധ്യാനവും ദൈവികമായ ശേഷിയും കൊണ്ട് ഗ്രഹങ്ങളിൽ അന്തർലീനമായ ശക്തിയെയും അവയുടെ സ്വാധീന ഫലങ്ങളെയും സംബന്ധിച്ച് മനസ്സിലാക്കുകയും തങ്ങളുടെ സമീപത്ത് മാർഗനിർദ്ദേശങ്ങൾക്കായി എത്തിയവർക്ക് കൃത്യമായ പ്രവചനങ്ങൾ നിസ്വാർത്ഥമായി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ ഒരു ജ്യോത്സ്യനെ സമീപിക്കുന്നത് തങ്ങളുടെ മക്കളുടെ വിവാഹം അടുക്കുമ്പോഴാണ്. അപ്പോൾ അവർ ഉന്നയിച്ചേക്കാവുന്ന ആദ്യത്തെ ചോദ്യം തങ്ങളുടെ മക്കളുടെ വിവാഹ സമയം എപ്പോൾ എന്നാവും. അപ്പോൾ ആ വിവാഹ കാലത്തെപ്പറ്റി സംസാരിക്കുവാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഗ്രഹനിലയിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന ആചാര്യന്മാർ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കുവാൻ ആദ്യമായി നമുക്ക് ഗ്രഹങ്ങളുടെ നിസർഗദശ എന്താണെന്ന് മനസ്സിലാക്കണം. ജനനം മുതൽ ചന്ദ്രന് 1 വർഷം, തുടർന്ന് കുജന് 2, ബുധൻ 9, ശുക്രൻ 20, ഗുരുവിന് 18, ആദിത്യന് 20, ശനിക്ക് 50 വർഷം എന്നിങ്ങനെയാകുന്നു. ഇത് പ്രകാരം ജനനം മുതൽ ചന്ദ്രനുള്ള 1 വയസ്സും കുജന് 2, ബുധൻ 9 തുടങ്ങിയ 12 വർഷക്കാലം കഴിഞ്ഞുള്ള 20 വർഷക്കാലമാണ് ശുക്രൻ്റെ നിസർഗദശ. അതായത് 12 മുതൽ 32 വയസ്സ് വരെ. ഇപ്പോൾ നമുക്കറിയാം ശുക്രനാണ് ശുക്ലത്തിൻ്റെയും യൗവനത്തിൻ്റെയും കാരകൻ. ശുക്രനാണ് സ്ത്രീ പുരുഷന്മാരിൽ യൗവനവും ഉൽപ്പാദനശേഷിയും മനസ്സിൽ ലൈംഗിക ആവേശവും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമയമാണ് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ കാലം. എന്നാൽ ബാല്യവിവാഹം നടക്കുന്ന കാലത്താണ് ഇത് പ്രാവർത്തികമായിരുന്നത്. ഇന്നൊരു 18 വയസ്സ് മുതൽ ഉള്ള സമയം നമുക്ക് 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ശുക്രൻ്റെ നിസർഗദശാകാലമാണ് വിവാഹത്തിന് യോജിച്ചതെന്ന് മനസ്സിലാക്കാം. എന്നാൽ പിന്നെ 32 വയസ്സിന് ശേഷമുള്ളൊരു 18 വർഷക്കാലം വ്യാഴത്തിൻ്റെ നിസർഗദശയാണ്. അപ്പോൾ അത് വ്യാഴം സന്താനകാരകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലം വിവാഹകാലമായി പരിഗണിക്കാമെന്ന് വരുന്നു. ആ സമയത്തെ നക്ഷത്രദശയും കൂടി പരിഗണിച്ച് വേണം നമ്മൾ ഫലാനുഭവങ്ങളെ ചിന്തിക്കാൻ. വിവാഹകാലത്തെ പറ്റി പ്രശ്നമാർഗാചാര്യൻ പ്രശ്നമാർഗ ഉത്തരാർത്ഥത്തിൽ 20-ാം അധ്യായത്തിൽ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. 59-ാം ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സൗമ്യ സന്മതപോ ബലിതനുപയുക് ശുക്രോ അഥവാ വീര്യവാ നേതോവാ യതി കേന്ദ്രഗൗ ഖലു നൃണാം ബാല്യേ വിവാഹപ്രദോ എന്നാണ്. അതായത് 7-ാം ഭാവാധിപതി ശുഭനും ബലവാനുമായി ലഗ്നാധിപതിയോട് യോഗം ചെയ്താൽ വിവാഹം യൗവനാരംഭത്തിൽ തന്നെ നടക്കും. 7-ാം ഭാവാധിപതിയും ശുക്രനും കേന്ദ്രഭാവങ്ങളിൽ വന്നാലും വിവാഹം യൗവനാരംഭത്തിൽ നടക്കും. ഇതിന് ഏറ്റവും പറ്റിയ ഉദാഹരണം നമ്മളുടെ മഹാത്മാഗാന്ധി. തുലാലഗ്ന ജാതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ തന്നെ ശുഭനായ ലഗ്നാധിപനും 7-ാം ഭാവാധിപനും ലഗ്നത്തിൽ തന്നെ യോഗം ചെയ്ത് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹം അദ്ദേഹത്തിൻ്റെ 13-ാം വയസ്സിൽ ശുക്രദശയിൽ ശുക്ര അപഹാരകാലത്ത് തന്നെ നടന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പിന്നെ അടുത്ത ശ്ലോകത്തിൽ സർവാർത്ഥ ചിന്താമണിയിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു ധാരേശ്വര സന്നിഹിതേ വിലഗ്ന നാദസ്യ ബാല്യേ പരിണീതമാഹു ലഗ്നാൽ കളത്രാൽ ശുഭഖേചരേന്ദ്ര സമീപരാശോ യതി തത്വദൈവ എന്ന് പറഞ്ഞതിലൂടെ 7-ാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ അടുത്ത് നിന്നാൽ ബാല്യകാലത്തിൽ വിവാഹം നടക്കും എന്ന് പറയുന്നു. ബലവാനായ ശുഭൻ ലഗ്നത്തിൽ നിന്നോ 7-ാം ഭാവത്തിൽ നിന്നോ അടുത്ത രാശിയിൽ നിൽക്കുന്നുവെങ്കിലും വിവാഹം ബാല്യകാലത്ത് തന്നെ നടക്കും. ഇതും നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഗ്രഹനിലയിൽ ദർശിക്കാം. പിന്നെ അടുത്ത അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 61-ാം ശ്ലോകത്തിൽ ലഗ്നവും 2-ാം ഭാവവും 7-ാം ഭാവവും ശുഭഗ്രഹങ്ങളോടുകൂടിയും ശുഭഗ്രഹങ്ങളുടെ ഹോരാദി വർഗങ്ങളിലും ലഗ്നം 2, 7 എന്ന ഭാവാധിപന്മാർ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി നിന്നാലും ബാല്യത്തിൽ വിവാഹം നടക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ 7-ാം ഭാവാധിപൻ
ശുഭവർഗങ്ങളിൽ നിന്നാലും ഷഡ്വർഗങ്ങളിൽ 2-7 ഷഡ്വർഗങ്ങളിൽ ശുഭത്വം അധികം ഉണ്ടാവുകയും ചെയ്താലും നേരത്തെ വിവാഹം നടക്കുമെന്ന് 62-ാം ശ്ലോകത്തിൽ അദ്ദേഹം ധരിക്കുന്നു. പിന്നെ അദ്ദേഹം 65-ാം ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യോ അസ്തേ തിഷ്ടതി യശ്ച പശ്യതി തയോരസ്തേ ചതുർവാധതേ തുടങ്ങിയ ശ്ലോകത്തിൽ വിവാഹകാലമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 7-ൽ നിൽക്കുന്ന ഗ്രഹം, അവിടെ നോക്കുന്ന ഗ്രഹം, 2-ൻ്റെയും 7-ാം ഭാവാധിപൻ, അവ നിൽക്കുന്ന രാശിയുടെ അധിപൻ, ഇവരുടെ നവാംശ രാശ്യാധിപൻ ശുക്രൻ, ചന്ദ്രൻ, ലഗ്നാധിപൻ്റെ നവാംശ രാശ്യാധിപൻ എന്നിവരുടെ ദശകളിലും അപഹാരകാലങ്ങളിലും വിവാഹമുണ്ടാകും എന്നാണ്. രാഹുവും വിവാഹം നടത്തുമെന്ന് ചില ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ നമുക്ക് വിവാഹകാലം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗോചരാൽ ചാരവശാൽ ഗ്രഹങ്ങൾ എവിടെ വരുമ്പോഴാണ് വിവാഹം നടക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അതിനും അദ്ദേഹം 66-ാം ശ്ലോകത്തിൽ ജാമിത്രേ തദീശ്വരാംശ ഗ്രഹ ഓര്യദ്വാനയോ സപ്തമേ തുടങ്ങിയ ശ്ലോകത്തിൽ 7-ാം ഭാവത്തിലും 7-ാം ഭാവാധിപൻ അംശിച്ച രാശിയിലും നിൽക്കുന്ന രാശിയിലും അഥവാ ഈ രാശികളുടെ 7-ലും അനന്തരം 9-ലും 5-ലും ശുക്രൻ ലഗ്നാധിപൻ, 7-ാം ഭാവാധിപൻ, ചന്ദ്രലഗ്നാധിപൻ എന്നിവർ ഏത് കാലത്ത് സഞ്ചരിക്കുന്നുവോ ആ കാലത്തും വ്യാഴം യാതൊരു കാലത്ത് 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയിലും അംശിച്ച രാശിയിലും അഥവാ ഈ രാശികളുടെ 5-ലും 9-ലും സഞ്ചരിക്കുന്നുവോ ആ സമയത്തും നരന്മാർക്ക് വിവാഹം നടക്കുന്ന കാലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിവാഹകാലത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം.